നമ്മളിപ്പോൾ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തിട്ടുള്ള പാലസിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ കാണാം. എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറ പാലസിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്നു ഈ പാലസ് എന്ന് പറയുന്നത്. 1865 തൃപ്പൂണിത്തുറയിൽ പണികഴിപ്പിച്ച ഹിൽ പാലസ് 54 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഈ കൊട്ടാരം, ഹിൽ പാലസ്, പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, ഡിയർ പാർക്ക്, ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ ഈ ഒരു സമുച്ചയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ചുറ്റും നിരവധി ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ മ്യൂസിയം ആക്കപ്പെട്ട ഹിൽ പാലസ് തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ ഏറ്റവും ആകർഷിച്ചത് ഇതിൻ്റെ ഒരു ശൈലി തന്നെയാണ്. കാരണം നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആകർഷിച്ച ഭാഗം എന്ന് പറയുന്നത് ഈ കവാടം തന്നെയാണ്. നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടൻ അന്ന് കയറിപ്പോകുന്ന ആ ഒരു പടി കണ്ടില്ലേ. തുടർന്ന് നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. വളരെ വിസ്താരമുള്ള ചവിട്ടുപടികളാണ് കൊടുത്തിരിക്കുന്നത്. അതും തനത് ശൈലിയിൽ നിർമ്മിച്ച പുരാവസ്തുക്കളുടെ ഒരു കലവറ തന്നെയാണെന്ന് പറയാം. തടി കൊണ്ട് നിർമ്മിച്ച സ്റ്റെയർ കേസാണ്. നമുക്കങ്ങനെ പെട്ടെന്നൊന്നും എവിടെയും കാണാൻ കഴിയാത്ത രീതിയിലുള്ളൊരു സ്റ്റെയർ കേസാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ചുവട് തറ നല്ല ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. പഴയ കാലത്തെ മുസൈക്കും ഗ്രാനൈറ്റും ഒക്കെ എത്രത്തോളം മനോഹരമാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജനലുകൾ വളരെയധികം വലിയ ജനലുകളാണ്. ഞങ്ങൾ പോയ ദിവസം വളരെയധികം തിരക്കുള്ള ദിവസമായിരുന്നു. പിന്നീട് ഞങ്ങളെ ഏറ്റവും ആകർഷിച്ചത് അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ആനയുടെ പ്രതിമയാണ്. അത് തടി കൊണ്ട് നിർമ്മിച്ച ഒരു ആനയാണ്, പക്ഷേ അതിൻ്റെ കൊമ്പുകൾ ഒറിജിനലാണ്. അത് ഞങ്ങൾക്ക് വളരെയധികം കൗതുകം ഉണ്ടാക്കി. ഈട്ടിത്തടിയിലാണ് ആ ഒരു ആനയുടെ രൂപം നിർമ്മിച്ചിട്ടുള്ളത്. ചുറ്റും വലിയ കാടുകളാണ്, വലിയൊരു ബാക്ക്ഗ്രൗണ്ടാണ് ആ ഒരു കൊട്ടാരത്തിനുള്ളത്. ഒട്ടനവധി ഔഷധ സസ്യങ്ങളും വൻ വൃക്ഷങ്ങളും ആ ഒരു കൊട്ടാര വളപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ ഏറ്റവും ആകർഷിക്കുന്നത് ഈ ഒരു നടപ്പാതയാണ്. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, സുധീഷ് നടന്നു പോകുന്ന ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തിരക്കുള്ള ദിവസമായതിനാൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസിൽ നിന്ന് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. പിന്നീട് കുട്ടികളെ ഏറ്റവും ആകർഷിക്കുന്നത് ഈ ഒരു സൂ ആണ്. അതിൽ മാനുകളാണ് കൂടുതലായിട്ടുള്ളത്. മാനിന് നമ്മൾ ഇലകളൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനുകളാണ്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അവർ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ ഏറ്റവും ആകർഷിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഒരു വലിയൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ കുറേ മാനുകളുടെ ഒരു കൂട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് നടന്ന് കാണാനുള്ള ഒരു സ്ഥലം തന്നെയാണ് തൃപ്പൂണിത്തുറ പാലസ്. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. നമ്മളെ ഏറ്റവും ആകർഷിക്കുന്നത് മറ്റൊരു സ്റ്റാച്യു എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാച്യു ആണ്. അത് നമ്മളെ ഏറ്റവും അധികം ആകർഷിക്കുന്നുണ്ട്. കൂടാതെ ഒരുപാട് വൃക്ഷങ്ങളും അതുപോലെ തന്നെ സസ്യങ്ങളുടെ ഇടയിൽ കൂടി നടക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ട് നമുക്ക് നടക്കാം. ഒട്ടനവധി കൗതുക കാഴ്ചകൾ നമ്മളെ തേടിയെത്തുന്നുണ്ട് ഈ ബംഗ്ലാവിൽ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം.